നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ശബരി ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് പിന്തുണയുമായി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ എം.ജെ. എം.എൽ.എ. ചെറുവള്ളി എസ്റ്റേറ്റിൽ തന്നെ വിമാനത്താവളം വരും, ആശങ്ക വേണ്ടെന്നും പൂഞ്ഞാർ എം.എൽ.എ. കണമലയിൽ ശബരിമല തീർത്ഥാടക വാഹനങ്ങളിൽ ഫയർഫോഴ്സ് വാഹനം ഇടിച്ച് അപകടം, 3 പേർക്ക് പരിക്കേറ്റു, ഒരാളുടെ നില അതീവ ഗുരുതരം. ഫയർഫോഴ്സ് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായത് അപകട കാരണം. പുതുപ്പള്ളിയുടെ കുഞ്ഞുഞ്ഞിന്റെ 3ാം സ്മൃതിദിനം. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പൂക്കൾ അർപ്പിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും. വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന് കെ.സി. വേണുഗോപാൽ. മണിമല പഞ്ചായത്തിൽ ആർക്കോ വേണ്ടി പണിത ടർഫ്, മേൽക്കൂരയില്ല, ലൈറ്റുകളുമില്ല, മൈതാനത്തിനും വലിപ്പമില്ല, പൊടിച്ചത് 1 കോടി രൂപ. വാർത്തകൾ വിശദമായി. ശബരി ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് പിന്തുണയുമായി പൂഞ്ഞാർ എം.എൽ.എ. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ എം.ജെ. ചെറുവള്ളി എസ്റ്റേറ്റിൽ തന്നെ വിമാനത്താവളം വരുമെന്നും ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്നും എം.എൽ.എ. പറഞ്ഞു. ശബരിമലയിലുള്ള ഭക്തർക്ക് ഉള്ള വളരെ വലിയ പ്രയോജനം കിട്ടുന്നത് തന്നെയാണ് ഈ എരുമേലി വരുന്ന എയർപോർട്ട്. അതിൻ്റെ അകത്ത് യാതൊരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല. എം.എൽ.എ. എന്നുള്ള നിലയ്ക്ക് പൂർണ്ണമായും അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യും. ഈ കാര്യം സംബന്ധിച്ച് ബഹുമാനായ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, നിലവിൽ നിയമപരമായി കോടതിയിലുള്ള കേസുകൾ മന്ത്രിസഭ ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ട് 45 ദിവസമേ ആയുള്ളൂ. തീർച്ചയായും പഠിച്ചിട്ട് അടിയന്തര സാഹചര്യത്തിൽ അങ്ങനെയുള്ള സ്റ്റെപ്പ് നിയമപരമായി എടുത്ത് അത് നടപ്പിൽ വരുത്താനുള്ള ശ്രമം ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിന് വേറെ ആശങ്കയുടെ അടിസ്ഥാനമൊന്നുമില്ല. ഞാൻ പത്രവാർത്തകളൊക്കെ ഇങ്ങനെ കണ്ട് ഇവിടുന്ന് മാറ്റിക്കൊണ്ട് പോയി. യഥാർത്ഥത്തിൽ വേറൊരു സ്ഥലമില്ല ഇവിടെ. ഈ ആറന്മുള എന്നൊക്കെ പറയുന്നൊരു കൺസെപ്റ്റ് അവിടെ ഓൾറെഡി അതിന് ക്ലോസ് ചെയ്ത് പോയൊരു അധ്യായമാണ്. അതിനൊരു ഫീസിബിലിറ്റി സ്റ്റഡി ഇല്ലയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആറന്മുളയുമായി ബന്ധിപ്പിച്ച് അവിടെ വലിയ പ്രക്ഷോഭണങ്ങളൊക്കെ നടന്ന, ഇവിടെ യാതൊരു പ്രക്ഷോഭണവും നടന്നിട്ടില്ല. ഇവിടെ വളരെ കുറച്ച് ആളുകളെ ഒഴിപ്പിക്കേണ്ട സാഹചര്യമുള്ളൂ. കൂടുതൽ ഒറ്റ എസ്റ്റേറ്റിൽ തരുന്ന കാര്യങ്ങളാണ്. അതിന് വേറെ തർക്കങ്ങളൊന്നും ഉണ്ടാവില്ല. കണമല പമ്പാവാലി റൂട്ടിൽ തുലാപ്പള്ളിയിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട ഫയർഫോഴ്സ് വാഹനങ്ങളിൽ ഇടിച്ചു കയറി. 3 ബസ്സുകൾ, 2 ചെറുവാഹനങ്ങൾ എന്നിവയിലാണ് ഫയർഫോഴ്സ് വാഹനം ഇടിച്ചത്. ശബരിമലയ്ക്ക് പോയ ഭക്തരുടെ വാഹനങ്ങളിലാണ് നിയന്ത്രണം നഷ്ടമായ ഫയർഫോഴ്സിന്റെ വണ്ടി ഇടിച്ചു കയറിയത്. 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, ഒരാളുടെ നില അതീവ ഗുരുതരമാണെന്ന് അറിയുന്നു. വാഹനങ്ങൾ നിർത്തി അയ്യപ്പ ഭക്തർ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഫയർഫോഴ്സിന്റെ വണ്ടി വന്ന് ഇടിച്ചു കയറിയത്. എരുമേലി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടി സ്വീകരിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന് AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ. പുതുപ്പള്ളിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം സ്മൃതിദിനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാമത് ചരമവാർഷികം സ്മൃതിദിനമായി പുതുപ്പള്ളിയിൽ ആചരിച്ചു. രാവിലെ പുതുപ്പള്ളി പള്ളിയിൽ പ്രഭാത നമസ്കാരവും കുർബാനയും നടന്നു. തുടർന്ന് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ നടന്ന പ്രത്യേക പ്രാർത്ഥനയിൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങളും പൊതുജനങ്ങളുമായി നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ഡോക്ടർ യൂഹന്നാൻ മാർ ദിയസ്കോറസ് ചടങ്ങുകളിൽ മുഖ്യ കാർമ്മികനായി. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പൂക്കൾ അർപ്പിച്ചാണ് ഉമ്മൻചാണ്ടിക്ക് ആദരം അർപ്പിച്ചത്. പുതുപ്പള്ളി പള്ളിമുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലായിരുന്നു സ്മൃതി ദിനാചരണ സമ്മേളനം. AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ പൊതുപ്രവർത്തന ശൈലി അനുകരണീയമാണെന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞു. കേരളത്തിലെ സെക്രട്ടേറിയറ്റ് ജനങ്ങൾക്കായി ആദ്യം തുറന്നു നൽകിയത് ഉമ്മൻചാണ്ടിയായിരുന്നെന്നും കെ.സി. വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണമെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. എനിക്ക് നമ്മുടെ ഗവൺമെന്റിനോട് പറയാനുള്ളത്, വിഴിഞ്ഞം പോർട്ടിനൊരു പേര് നൽകുന്നുണ്ടെങ്കിൽ അതിന് മറ്റൊരു പേരല്ല, അത് ഉമ്മൻചാണ്ടിയുടെ പേരാണ്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ തുടങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ അപ്പോൾ കേരളത്തെ ജനങ്ങളിൽ വികസനത്തിന്റെ ഒരു വലിയ ശബ്ദം കൊടുത്ത വലിയ മെസ്സേജിലായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഉമ്മൻചാണ്ടിക്ക് നമുക്ക് പാർട്ടിക്കും ഗവൺമെന്റിനും ഉറച്ച സ്മാരകങ്ങൾ ഉണ്ടാകാൻ, അത് കേവലം മന്ദിരങ്ങളും പുസ്തകങ്ങളും മാത്രമല്ല, പഠിക്കാനുള്ള, മനസ്സിലാക്കാനുള്ള ഒരു തലമുറയെ മുഴുവൻ, അതുപോലെ അവരുടെ ഗവേഷണത്തിന്റെ കാലത്തേക്കും അവരുടെ വിദ്യാഭ്യാസത്തിന്റെ കാലത്തും സഹായിക്കത്തക്കയുള്ള നല്ല സ്മാരകങ്ങൾ ഗവൺമെന്റ് മുൻകൈയെടുത്ത് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഉണ്ടാക്കണം. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായി. മന്ത്രിമാരായ മോൻസ് ജോസഫ്, ടി സിദ്ദിഖ്, നാട്ടകം സുരേഷ് MLA, ജോസഫ് വാഴക്കൻ തുടങ്ങിയവർ പങ്കെടുത്തു. വിവാദത്തിന്റെ വേദിയായി തന്റെ പിതാവിന്റെ അനുസ്മരണ യോഗം മാറരുതെന്ന് ചാണ്ടിയുമ്മൻ MLA പറഞ്ഞു. ഇവിടെ കഴിഞ്ഞ കുറേ നാളുകളായി എന്റെ പിതാവിന്റെ ഏത് ചടങ്ങ് നടത്തിയാലും ഇവിടെ വിവാദമാണ്. 1ാം അനുസ്മരണം തൊട്ട് 3ാം അനുസ്മരണം വരെ വിവാദത്തിന്റെ ഘോഷയാത്രയാണ്. നിങ്ങൾ അദ്ദേഹത്തിന്റെ അനുസ്മരണത്തെ വിളിച്ച് ബാക്കി എല്ലാ വിവാദവും നടത്തിക്കൂ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അത് വിവാദത്തിന് വേദിയായി പുതുപ്പള്ളിയിൽ അന്ത്യകർമ്മം എന്റെ പിതാവിനെ മാറ്റരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
ബിസിനസ് സംരംഭകൻ സാജൻ ലത്തീഫ് മുഖ്യാതിഥിയായി. കാൺപൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ നൈനാൻ എബ്രഹാമിന്റെ സ്മരണയ്ക്കായി 5 കുടുംബങ്ങൾക്ക് 4 സെന്റ് വീതം നൽകുന്ന ഭൂമിയുടെ കൈമാറ്റവും ചടങ്ങിൽ നടന്നു. യോഗത്തിൽ 1200 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് വിതരണവും മണ്ഡലത്തിലെ 114 സ്കൂളുകൾക്ക് ലഹരിക്കെതിരായ സന്ദേശമായി സൈക്കിൾ, ക്രിക്കറ്റ് കിറ്റ്, ഫുട്ബോൾ എന്നിവയുടെ വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ ആദരം അർപ്പിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഉച്ചയോടെയാണ് മുഖ്യമന്ത്രി പുതുപ്പള്ളിയിൽ എത്തിയത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മൃതി ദിനത്തിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആദരം അർപ്പിച്ചു. ഉച്ചയോടുകൂടിയാണ് പുതുപ്പള്ളി സെന്റ് ജോർജ് പള്ളിയിൽ മുഖ്യമന്ത്രി എത്തിയത്. കല്ലറയിൽ പുഷ്പചക്രം അർപ്പിച്ച ശേഷം പുഷ്പാർച്ചന നടത്തി. MLA-മാരായ ചാണ്ടി ഉമ്മൻ, നാട്ടകം സുരേഷ്, പ്രൊഫസർ റോണി കെ ബേബി, നേതാക്കളായ KC ജോസഫ്, ഫിൽസൺ മാത്യൂസ്, തദാവി നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മണിമല ഗ്രാമപഞ്ചായത്തിൽ 1 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ടർഫിന്റെ അവസ്ഥയാണ് ഇനി നാം കാണുന്നത്. മേൽക്കൂരയില്ല, ലൈറ്റില്ല, കളിക്കാൻ പര്യാപ്തമായ നല്ല മൈതാനവുമില്ല. എന്തിനാണ് ഈ ടർഫ് എന്ന് കായിക പ്രേമികൾ ചോദിക്കുന്നു. മണിമല ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള വിശാലമായ മൈതാനത്താണ് 1 കോടി രൂപ ചിലവിൽ ടർഫ് നിർമ്മിച്ചിരിക്കുന്നത്. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 50 ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നെടുത്ത 50 ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. മുൻ കായിക മന്ത്രി വി. അബ്ദുറഹ്മാൻ ഉദ്ഘാടനവും നിർവഹിച്ചു. മണിമലയിലെ കായിക പ്രേമികൾക്ക് ഏറെ പ്രയോജനം ചെയ്യേണ്ട ടർഫ് ആർക്കും പ്രയോജനമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ. 1 കോടി രൂപ നിർമ്മാണ ചിലവിൽ വക കൊള്ളിച്ച ടർഫിന് അടിസ്ഥാന സൗകര്യങ്ങളോ മേൽക്കൂരയോ ലൈറ്റുകളോ ഇല്ല. സെവൻസ് വോളിബോൾ കളിക്ക് വേണ്ടി നിർമ്മിച്ച ടർഫിന്റെ തറയാകട്ടെ ഒറ്റ ലെയറിൽ പണിതതും. ഇതുമൂലം കളിക്കാൻ എത്തുന്നവർക്ക് പരിക്ക് പറ്റുന്നതും പതിവാണ്. പണിത് 1 വർഷം ആയപ്പോഴേക്കും ടർഫിന് ചുറ്റും നിർമ്മിച്ചിരിക്കുന്ന കമ്പികൾ ഇളകി. ഈ പ്രഹസനത്തിന് 20 ലക്ഷം രൂപയിൽ കൂടുതൽ ചിലവായിട്ടില്ലെന്ന് നാട്ടുകാർ ആക്ഷേപിച്ചു. ഒരുപാട് കുട്ടികൾ സ്കൂളിൽ വിട്ടും വൈകുന്നേരങ്ങളിൽ കളിക്കാൻ വേണ്ടി സ്ഥലമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണ്. ഗ്രൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഗ്രൗണ്ട് ഉണ്ട്, പക്ഷെ ഒന്നിനും മേലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. 1 കോടി രൂപ മുടക്കിയെന്ന് പറഞ്ഞ ഗ്രൗണ്ട് ഒരു നിരന്തരം പരിക്കുകളാണ് ഇവിടെ കളിക്കുന്ന കുട്ടികൾക്ക്. യാതൊരു വിധ നിലവാരമില്ലാത്ത ഗ്രൗണ്ടാണ് ഇവിടെ പണിത് വെച്ചിരിക്കുന്നത്. ഈ ഗ്രൗണ്ട് 9സിൻ്റെ കോർട്ടായിരുന്നു. ഈ ഗ്രൗണ്ട് 9s കളിക്കാൻ പറ്റി. ഇതിപ്പോൾ 5s തന്നെ കളിക്കാനുള്ള ഇടയില്ല. ഗ്രൗണ്ടിനെ ചെറുതാക്കി കളഞ്ഞു. ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്നവർക്ക് അതും പറ്റുകയില്ല. വോളിബോളും ഉണ്ടായിരുന്നു, വോളിബോളും കളിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ട് പഴയ സ്ഥിതിയിലേക്ക് ആക്കി തരിക. മാറ്റവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇവിടില്ല. കമ്പിയിലാണെങ്കിൽ എല്ലാം സ്പോഞ്ച് വരണ്ട, അതില്ല. പിന്നെ ലൈറ്റില്ല. പിന്നെ ഈ മാറ്റൊക്കെ ചുമ്മാ വിരിച്ചേക്കുക. പിന്നെ അവിടുത്തെ പോസ്റ്റ് എല്ലാം പോയി. ഇപ്പോൾ ഒരു 10 പേര് കൂടി കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഫുൾ ആളാവും. പിന്നെ കളിക്കാനിടയില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട് ഇവിടെ. ഇത് സംബന്ധിച്ച് വിവരാവകാശ പ്രകാരം ചിലവ് സംബന്ധിച്ച കണക്കെടുക്കാൻ ശ്രമിച്ചവർക്ക് മുന്നിൽ അധികൃതർ കൈമലർത്തി. പഞ്ചായത്തിൽ നിർമ്മാണം സംബന്ധിച്ച് കൃത്യമായ കണക്കില്ല പോലും. കരാറുകാരനുമായി ബന്ധപ്പെട്ടപ്പോഴാകട്ടെ 75 ലക്ഷം രൂപ ചിലവായിട്ടുണ്ടെന്ന് അറിഞ്ഞു. ബാക്കി 25 ലക്ഷം എവിടെ എന്ന ചോദ്യത്തിന് GST ആയിരിക്കും എന്ന് ഒറ്റ വാക്കിൽ തടി തപ്പി. എന്നാൽ ടർഫ് നിർമ്മിച്ച് പരിചയമില്ലാത്തവരെ പണികൾ ഏൽപ്പിച്ചതാണ് ഇതിന് കാരണമെന്ന് പരക്കെ ആക്ഷേപമുണ്ട്. വെള്ളാവൂർ, മണിമല പഞ്ചായത്തുകളിലെ കായിക താരങ്ങളുടെ ഏക ആശ്രയമായിരുന്ന ഈ മൈതാനത്തിൽ ആർക്കും പ്രയോജനമില്ലാത്ത ടർഫ് നിർമ്മിച്ച നടപടിക്കെതിരെ മുഖ്യമന്ത്രി, കായിക മന്ത്രി എന്നിവർക്കുൾപ്പെടെ പരാതി നൽകിയിരിക്കുകയാണ് പ്രദേശവാസികൾ. ഒരു പഞ്ചായത്തിൽ ഒരു കായിക വിനോദ കേന്ദ്രമെന്ന ആശയത്തെ മുൻനിർത്തി നിർമ്മിച്ച ടർഫിനാണ് ഈ ദുരവസ്ഥ. ന്യൂസ് ബ്യൂറോ, മണിമല. വഖഫ് വിഷയത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മുസ്ലിം ലീഗും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതായി BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. മുസ്ലിം ഇതര അംഗങ്ങളെ താൻ നിയമിച്ചിട്ടില്ലെന്ന് മുൻ മുഖ്യമന്ത്രി പറയുന്നത് പച്ചക്കള്ളമാണെന്നും ഷോൺ ജോർജ് പറയുന്നു. വഖഫ് വിഷയത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മുസ്ലിം ലീഗും ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തുകയാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. വസ്തുതകൾ മറച്ചുവെച്ച് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇരുവരും കള്ളപ്രചരണം നടത്തുകയാണ്. ലീഗ് അറിഞ്ഞിട്ടല്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ജനങ്ങളുടെ കണ്ണിലുള്ള പൊടിയിടിയിലാണ്. പിണറായി വിജയനും ചെയ്തതാണ്, അത് തന്നെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിനോട് ഒന്നേ പറയാനുള്ളൂ, ഭാരതീയ ജനതാ പാർട്ടിക്ക് മുസ്ലിം ലീഗിനോട് പറയാൻ ഒറ്റ കാര്യമുള്ളൂ. ഈ രാജ്യത്തൊരു നിയമമുണ്ടെങ്കിൽ അത് അനുസരിക്കാൻ മുസ്ലിം ലീഗും ബാധ്യസ്ഥരാണ്. കേരള സംസ്ഥാനം നിങ്ങൾ ഭരിക്കുന്ന അല്ല, ഇന്ന് നിങ്ങൾക്ക് ഭരണ പങ്കാളിത്തമുള്ള സംസ്ഥാനമാണ്. പക്ഷേ കേരളം ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് മുസ്ലിം ലീഗ് മറക്കരുത്. മുസ്ലിം ഇതര അംഗങ്ങളെ താൻ നിയമിച്ചിട്ടില്ലെന്നാണ് മുൻ മുഖ്യമന്ത്രി പറയുന്നത്. ഇത് പച്ചക്കള്ളമാണ്.
പിണറായി സർക്കാർ തന്നെ പുറത്തിറക്കിയ ഗസറ്റിൽ നിയമാനുസൃത നടപടികൾ പൂർത്തിയാക്കി മുസ്ലിമിതര അംഗങ്ങളെ പിന്നീട് നിയമിക്കാമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ സംസ്ഥാന സർക്കാർ കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വഖഫ് നിയമത്തിലെ സെക്ഷൻ 14 വ്യവസ്ഥകൾ നടപ്പാക്കാൻ സർക്കാർ തയ്യാറാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമസാധ്യതകൾ പരിശോധിക്കുക മാത്രമാണ് സർക്കാർ പറഞ്ഞതെന്ന മുസ്ലിം ലീഗിന്റെ വാദവും വസ്തുതകൾക്ക് നിരക്കുന്നതല്ലെന്നും അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പറഞ്ഞു. മുസ്ലിം ലീഗും CPM-ഉം ചേർന്ന് BJP മുസ്ലിം സമൂഹത്തിനെതിരാണെന്ന തെറ്റായ ധാരണ സൃഷ്ടിക്കാൻ സംഘടിത ശ്രമമാണ് നടത്തുന്നത്. സമൂഹത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി രാഷ്ട്രീയ നേട്ടം കൊയ്യാനാണ് ഇവരുടെ ശ്രമമെന്നും ഷോൺ ജോർജ് പറഞ്ഞു. പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ രാജ്യത്തു നിന്നും പുറത്താക്കാനുള്ള നിയമമാണെന്ന തരത്തിൽ വ്യാപകമായ കള്ളപ്രചരണമാണ് നടത്തിയത്. എന്നാൽ കാലം ആ പ്രചരണം പൂർണ്ണമായും തെറ്റാണെന്ന് തെളിയിച്ചു. ഇന്നുവരെ ഇന്ത്യയിലെ ഒരു മുസ്ലിം പൗരനും CAA-യുടെ പേരിൽ രാജ്യം വിട്ടു പോകേണ്ടി വന്നിട്ടില്ലെന്നും ഷോൺ ജോർജ് പറഞ്ഞു. വഖഫ് നിയമ ഭേദഗതിയുടെ കാര്യത്തിലും അതേ രീതിയിലുള്ള തെറ്റായ പ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അഡ്വക്കേറ്റ് ഷോൺ ജോർജ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംസ്ഥാനത്തെ ഇരുട്ടിലാക്കുന്ന സർക്കാർ നടപടിക്കെതിരെ DYFIയുടെ പ്രതിഷേധം. ജില്ലയിലെ എല്ലാ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും DYFI പ്രവർത്തകർ KSEB ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാനത്തെ ജനങ്ങളെ വലയ്ക്കുന്ന ലോഡ് ഷെഡിങ്ങിനെതിരെ DYFIയുടെ പ്രതിഷേധം. ജില്ലയിലെ എല്ലാ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും KSEB ഓഫീസുകളിലേക്ക് DYFI പ്രവർത്തകർ മാർച്ച് നടത്തി. കോട്ടയത്തെ KSEB അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് തിരുനക്കര മോട്ടോർ തൊഴിലാളി യൂണിയൻ പരിസരത്തു നിന്നാണ് ആരംഭിച്ചത്. DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം B. സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ കേരളത്തിൽ ഒരു ഭരണമില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഒരു ഭരണമുണ്ടെങ്കിൽ ഇതല്ല, കേരളത്തിൽ ഒരു ഗവൺമെന്റ് ഇല്ല. ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ഈ രീതിയിലേക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളും അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിൽ കേരളത്തിലെ ഇല്ലാക്കിയ പവർ കട്ടിനെ തിരിച്ചുകൊണ്ടുവരുന്ന അടക്കമുള്ള കാര്യങ്ങൾ വരുന്നത് ഇവിടെ ഒരു ഗവൺമെന്റ് ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ കേരളത്തിൽ ഒരു ഗവൺമെന്റ് വേണം. ആ ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഉള്ളതാവണം. അല്ലാതെ ഈ നാട്ടിലെ മുതലാളിമാർക്ക് വേണ്ടി അവർ കൊട്ടാശ ചെയ്യുന്ന ഒരു ഗവൺമെന്റിനെയല്ല വേണ്ടത്. ഇന്ന് കേരളത്തിൽ ഉള്ളത് ഈ നാട്ടിലെ സമ്പന്നന്മാർക്ക് വേണ്ടി, ഈ നാട്ടിലെ മുതലാളിമാർക്ക് വേണ്ടി, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന VD സതീശൻ മുഖ്യമന്ത്രിയാണുള്ളത്. അതല്ല കേരളത്തിന് വേണ്ടേ. കേരളത്തിന്റെ ജനകീയമായ അടിത്തറയെ വിപുലീകരിക്കാവുന്ന തരത്തിലേക്കുള്ള ഒരു ഗവൺമെന്റ് ആണ് വേണ്ടത്. ജില്ലാ സെക്രട്ടറി TS ശരത്, പ്രസിഡന്റ് അർച്ചന സദാശിവൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അജിൻ കുരുവിള, SFI ജില്ലാ സെക്രട്ടറി രാഹുൽ രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വൈദ്യുതി മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്ന ആവശ്യവുമായി DYFI പുതുപ്പള്ളിയിൽ ഇന്ദിരാ കട്ട് കേരളത്തിന് വേണ്ട എന്ന മുദ്രാവാക്യം ഉയർത്തി KSEB ഓഫീസിലേക്ക് DYFI പുതുപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റി പന്തം കൊളുത്തി പ്രകടനം നടത്തി. ഇന്ദിരാ കട്ട് കേരളത്തിന് വേണ്ട എന്ന മുദ്രാവാക്യവുമായി KSEB ഓഫീസിലേക്ക് DYFI പുതുപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. KSEB ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സംഗമത്തിൽ DYFI പുതുപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഗോകുൽ ജയൻ അധ്യക്ഷനായി. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് വർക്കി പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു. സർക്കാർ അധികാരത്തിൽ വന്ന 3 മാസത്തിന് ഉള്ളിൽ തന്നെ ഞങ്ങൾ പോലും പ്രതീക്ഷിച്ച ഒരു സമരരംഗത്തേക്ക് വരണമെന്ന്. കാരണം ഒരു ഗവൺമെന്റിന്റെ ശൈശവ ദിശയിൽ തന്നെ ആ ഗവൺമെന്റ് ഈ നാട്ടിലെ ജനങ്ങളെ ഉപദ്രവിക്കുന്ന നിലയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായി ഉത്തരവാദിത്തപ്പെട്ട യുവജന പ്രസ്ഥാനം എന്ന നിലയ്ക്ക് DYFIക്ക് സമരരംഗത്തേക്ക് വന്നേ മതിയാകൂ. ഞങ്ങൾ നിർബന്ധിതരാവുകയാണ് ഈ സമരത്തേക്ക് വരുന്നത്. കാരണം ഇന്ന് നിങ്ങൾക്കറിയാം, അവിടെ സൂചിപ്പിക്കുന്നത് തന്നെ ആബാലവൃദ്ധം ജനങ്ങളും ഏറ്റവും ആവേശത്തോടെ വന്നുകൊണ്ടിരിക്കുന്ന ഫുട്ബോളിൻ്റെ ഒരു കാലഘട്ടം. അത് മാത്രമല്ല, നമ്മുടെ പല കുടുംബങ്ങളും ഈ പറഞ്ഞതുപോലെ പല ജീവിത സാഹചര്യങ്ങൾക്കകത്ത് കഴിയുമ്പോൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്ന് വൈദ്യുതി മുടങ്ങുന്നു. എന്തായിരുന്നു ഇവർ പറഞ്ഞത്? കഴിഞ്ഞ 10 വർഷക്കാലം വികസിതമായിരുന്ന ഒരു കേരളത്തെ വൈദ്യുതി മുടങ്ങിയില്ല എന്ന് മാത്രമല്ല, വൈദ്യുതി മിച്ച സംസ്ഥാനമാക്കി മാറ്റിയൊരു സർക്കാരിനെ വ്യാജ പ്രചരണത്തിലൂടെ അട്ടിമറിച്ചിട്ടാണ് ഇവർ പറഞ്ഞത് ഞങ്ങൾ വന്നാൽ ഇതെല്ലാം ശരിയാക്കി. യോഗത്തിൽ DYFI ജില്ലാ കമ്മിറ്റി അംഗം മനു P. മോഹൻ, പുതുപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി പ്രവീൺ മോഹൻ, ആദിത്യ S. നാഥ് എന്നിവർ പ്രസംഗിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധം നടത്തുമെന്നും DYFI അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കർക്കിടക മാസാചരണത്തോടനുബന്ധിച്ച് പാമ്പാടി ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിൽ നടന്ന 12 പാത്ര ഗുരുതി ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം തന്ത്രി പെരിഞ്ഞേരിമന വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. പാമ്പാടി ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിൽ ഇന്നലെ രാത്രി നടന്ന 12 പാത്ര ഗുരുതി ഭക്തിസാന്ദ്രമായി. ക്ഷേത്രത്തിലെ കർക്കിടക മാസാചരണത്തോടനുബന്ധിച്ചാണ് പ്രത്യേക ചടങ്ങുകൾ നടന്നത്.
ക്ഷേത്രം തന്ത്രി പെരിഞ്ഞേരിമന വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം മേൽശാന്തി ഹരികുമാർ കെ വിഷ്ണു നമ്പൂതിരി സഹകാർമ്മികനായി. അത്താഴപൂജയ്ക്ക് ശേഷം രാത്രി 7:45 ഗുരുതി ചടങ്ങുകൾ ആരംഭിച്ചത്. പ്രത്യേകം തയ്യാറാക്കിയ ഗുരുതി തറയിൽ 12 ഉരുളികളിൽ മഞ്ഞൾ, കുമ്മായം, കരിക്ക് എന്നിവ ചേർത്ത മിശ്രിതമാണ് ഗുരുതിക്കായി ഉപയോഗിച്ചത്. ചടങ്ങുകൾ ദർശിച്ച് ദേവിയുടെ അനുഗ്രഹം തേടാൻ നിരവധി ഭക്തർ ക്ഷേത്രത്തിലെത്തിയിരുന്നു. കർക്കിടക മാസാചരണത്തോടനുബന്ധിച്ച് 31 ദിവസവും ക്ഷേത്രത്തിൽ ഗണപതി ഹോമം, ഭഗവതി സേവ, രാമായണ പാരായണം, ഭജന എന്നിവ ഉണ്ടായിരിക്കും. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. നാടെങ്ങും രാമായണ ശീലുകളുടെ പുണ്യം. ഇനിയുള്ള ഒരു മാസക്കാലം രാമമന്ത്ര മുഖരിതമാകുകയാണ് നാട്. രാമമന്ത്ര ധ്വനികൾ നിറഞ്ഞ മലയാള നാട്. രത്നാധരണ വിഭൂഷിത ദേഹനായി രത്നസിംഹാസനം തന്മേൽ അനാകുലം രത്നദണ്ഡം പൂണ്ട വെഞ്ചാമരം കൊണ്ടു പത്നിയായി വീജിതനായി കോമളൻ ബാലദിശാകര ഭാരതേശീലസന്മാരയ അംഗമലങ്കരിച്ചങ്ങനെ ബാലാർക്ക സന്നിഭവ വസ്തു ഭഗന്ധരൻ ബാലേയ ഭാനുസമാനനയനമ അനയാസായസം. ഇന്നലെ കർക്കിടകം ആരംഭിച്ചതു മുതൽ ക്ഷേത്രങ്ങളിലും വീടുകളിലും വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിലും രാമായണ പാരായണം ആരംഭിച്ചു കഴിഞ്ഞു. ജീവിതത്തിലെ ഇരുട്ടുമാറി വെളിച്ചം കൊണ്ടുവരാൻ രാമായണം പാരായണം ചെയ്യുന്നതിലൂടെ കഴിയുമെന്നാണ് വിശ്വാസം. നിന്നുടെ സന്നിധി മാത്രേണമായ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും അർണോജ സംഭവനാദീ തൃണാന്തരമായൊന്നൊഴിയാതെ ചരാചര ജന്തുക്കൾ ഒക്കമേ നിന്നവദ്യം പുനരാകയാലൊക്കും പറഞ്ഞതു സംസാരി എന്നതും ഇക്കണ്ട ലോകജന്തുക്കൾക്കു സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ. ശുക്ലരക്താസിതാവർണഭേദം പൂണ്ടു സത്വരജസ്തമോ നാമഗുണ. പൊൻകുന്നം NSS യൂണിയന്റെ കീഴിലുള്ള 271 നമ്പർ NSS കരയോഗം വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിൽ രാമായണ പാരായണം തുടങ്ങി. പ്രസിഡന്റ് റാണി S, സെക്രട്ടറി കുസുമകുമാരി, ഷീല, അംബികാദേവി, ഗിരിജ ഗോപാലകൃഷ്ണൻ നായർ, ആനന്ദവല്ലി തുടങ്ങിയവരാണ് രാമായണ പാരായണത്തിന് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. എസ് ജാനകിക്ക് ഓർമ്മപ്പൂക്കൾ. കോട്ടയത്ത് YMCAയും ഫിൽക്കോസും ചേർന്നാണ് അനുസ്മരണ സമ്മേളനം നടത്തിയത്. എസ് ജാനകിക്ക് കോട്ടയം YMCAയും ഫിൽക്കോസും ചേർന്ന് ഓർമ്മപ്പൂക്കൾ അനുസ്മരണ സന്ധ്യ സംഘടിപ്പിച്ചു. അനുസ്മരണ സമ്മേളനം കേരള നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഭാഷകളിലെ ഏറ്റവും വളരെ സുപ്രധാനമായ ഒരു പങ്കാളിത്തായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. നമ്മളൊരു ഭാഷാഗാനം കേട്ടിട്ടുണ്ട്, പക്ഷെ ഒരു ഭാഷയിൽ മാത്രമായിരിക്കും. അതേസമയം ഏത് ഭാഷയും നാവിന് വഴങ്ങത്തക്ക വിധത്തിൽ അതിമനോഹരമായി അത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളത് അസുലഭമായ ഒരു കഴിവാണ് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. മാത്രമല്ല, ഇത്രയും ഏജുണ്ടായിരുന്ന നമ്മളുടെ ബഹുമാന്യനായ എസ് ജാനകി യഥാർത്ഥത്തിൽ അമ്മ നമ്മളിൽ നിന്ന് മാറ്റപ്പെടുത്തുന്നതിന് തൊട്ട് മുമ്പ് നടത്തിയിട്ടുള്ള ഗാനങ്ങൾ അത്രയും പ്രായമുള്ള ആൾ പാടുന്നതാണ് എന്ന് നമുക്ക് തോന്നത്തേയില്ല. ഒരു കൊച്ചുകുട്ടി പാടുന്നത് പോലെ അനായാസകരമായിട്ട് ശബ്ദം കൊണ്ട് മനുഷ്യനെ ആഹ്ലാദത്തിലെത്തിച്ച വളരെ വളരെ കഴിവിൻ്റെ കേന്ദ്രമായിരുന്നു അമ്മ എന്ന് ഞാൻ ഓർക്കുകയാണ്. ഇവിടെ എല്ലാ ആളുകളും
ലോകർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ വിനയത്തോടു കൂടി വളരെ ഒരു വിദ്യുൽ സദസ്സിൽ അതിനെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അന്തസ്സോടുകൂടി കുലീനത്തോടുകൂടി നമ്മുടെ ഇന്ത്യൻ ഭാഷകളുടെ തലപ്പത്തെത്തിയിട്ടുള്ള വ്യക്തിയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട അമ്മ എന്ന് ഞാൻ ഓർക്കുകയാണ്. സംഗീത സംവിധായകൻ ജെറി അമൽദേവ് എസ് ജാനകിയെ അനുസ്മരിച്ചു. The best part was that Janaki Amma knew I was a newcomer, but she never showed that in her behavior. She behaved like a schoolgirl. I taught her the song. She learned it perfectly, accurately, just as I taught her, without adding any extra, what do you call, എന്താ പറയുക, നമ്മൾ പറയുമല്ലോ ഡെക്കറേഷൻസ് ലൈക്ക് സംഗതികളും മൃഗങ്ങളും അതൊന്നും കൂട്ടിച്ചേർക്കാതെ, പക്ഷേ ആ പാട്ടിൻ്റെ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് ഷീ സാങ് ദ ഫേമസ് സോങ് ടം 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 തുടങ്ങുന്ന ടം 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 മിഴിയോരം നിലാവലയോ പനിനീർമണിയോ മുകിലോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പലയോ നീ ഇളം പൂവേ. At the end of the recording, she particularly came to me and said, പാട്ട് വളരെ നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് എൻ്റെ മുതുകത്ത് തട്ടി. ഇതാണ് എൻ്റെ ഓർമ്മ. A great lady had sung many songs after that for me. Everywhere she did her best and I can never forget her. Thank you very much. മുൻ മന്ത്രി VN വാസവൻ, ഫാദർ പോൾ ജേക്കബ് തിരുവല്ല എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ഫിൽക്കോസ് പ്രസിഡന്റ് ജിജോ വി എബ്രഹാം അധ്യക്ഷത വഹിച്ചു. നടനും നിർമ്മാതാവുമായ പ്രേം പ്രകാശ്, YMCA പ്രസിഡന്റ് എബ്രഹാം കുര്യൻ പാലാമ്പടം, കോട്ടയം പബ്ലിക് ലൈബ്രറി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VB ബിനു, ദർശന സാംസ്കാരിക കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡോക്ടർ തോമസ് പുതുശ്ശേരി, ഫിൽക്കോസ് ജനറൽ സെക്രട്ടറി PK ആനന്ദക്കുട്ടൻ, YMCA കൾച്ചറൽ കമ്മിറ്റി ചെയർമാൻ ജോൺ ചെറിയാൻ, YMCA ജനറൽ സെക്രട്ടറി ഷൈജു വർഗീസ്, ജോയ് തോമസ്, MG ശശിധരൻ എന്നിവർ സ്മരണാഞ്ജലികൾ അർപ്പിച്ചു. കുമാരി സൗപർണിക, ടാൻസൺ, കോട്ടയം സുരേഷ്, കോട്ടയം വിപഞ്ചിക തുടങ്ങിയവർ ജാനകിയമ്മ ഗാനങ്ങളുടെ സംഗീതാർച്ചനയും നടത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരി ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് പിന്തുണയുമായി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ MJ MLA. ചെറുവള്ളി എസ്റ്റേറ്റിൽ തന്നെ വിമാനത്താവളം വരും, ആശങ്ക വേണ്ടെന്നും പൂഞ്ഞാർ MLA. കണമലയിൽ ശബരിമല തീർത്ഥാടക വാഹനങ്ങളിൽ ഫയർഫോഴ്സ് വാഹനം ഇടിച്ച് അപകടം, 3 പേർക്ക് പരിക്കേറ്റു, ഒരാളുടെ നില അതീവ ഗുരുതരം. ഫയർഫോഴ്സ് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായത് അപകട കാരണം. പുതുപ്പള്ളിയുടെ കുഞ്ഞുഞ്ഞിന്റെ 3ാം സ്മൃതി ദിനം. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പൂക്കൾ അർപ്പിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും. വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന് KC വേണുഗോപാൽ. മണിമല പഞ്ചായത്തിൽ ആർക്കോ വേണ്ടി പണിത ടർഫ്. മേൽക്കൂരയില്ല, ലൈറ്റുകളുമില്ല, മൈതാനത്തിനും വലിപ്പമില്ല. പൊടിച്ചത് 1 കോടി രൂപ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.